ഹലോ എക്സാമിൻ്റെ SSLC ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഫൈനൽ പ്രിപ്പറേഷൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും എന്താണ് ടെൻഷൻ ഉണ്ടാവും, സാർ പേടി ഉണ്ടാവും, സാർ ഫുള്ളൊന്നും തീർന്നിട്ടില്ല അതുവരെയായിട്ട്, ഈ പബ്ലിക് എക്സാമിന് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, മോഡൽ എക്സാമിന് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് മക്കളെ, നമുക്ക് സമയമുണ്ട്. മോഡൽ എക്സാമിൻ്റെ ദിവസങ്ങളിലും അതിന് ശേഷവും പഠിക്കാൻ സമയമുണ്ട്. പിന്നെ മോഡൽ എക്സാം പോലെ ആയിരിക്കില്ല പബ്ലിക് എക്സാം. മോഡൽ എക്സാം ഒരു എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ ആയിരിക്കില്ല പബ്ലിക് എക്സാം. നിങ്ങൾക്ക് ഇടയിൽ കുറേ ഗ്യാപ്പുകളുള്ള എക്സാമാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. നിങ്ങൾ ആകെ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ മാക്സിമം ഡെഡിക്കേറ്റഡ് ആയി ഓണസ്റ്റായിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. അതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ പറ്റുന്ന പോലെ, നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനുണ്ടാവും. മോഡൽ എക്സാമിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടും, പക്ഷേ അതിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ മോഡൽ എക്സാമിന് എടുത്താൽ മതി. അല്ലാണ്ട് ഓവർ അതിൻ്റെ മാർക്കിനെ പറ്റിയിട്ടോ കാര്യങ്ങളൊന്നും ഓവർ നിങ്ങൾ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, റിലാക്സ് ചെയ്യും. ഓക്കെ, റെഡി. ഇനി പഠിക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ. അങ്ങനെയാണ് നമുക്ക് പണി തുടങ്ങണം. ഞായറാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രാവിലെ തന്നെ ലാംഗ്വേജിൻ്റെ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു മാരത്തോൺ ലൈവ് അവിടെ നമ്മൾ തീർക്കും. വൈകുന്നേരം മലയാളം സെക്കൻഡ് മാരത്തോൺ ഉണ്ടാവുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഞായറാഴ്ച പഠിക്കാമെന്ന്. പരീക്ഷ എഴുതി വരുന്നു. മൺഡേ വൈകുന്നേരം 2 സബ്ജക്ട്സാണ് പഠിക്കാനുള്ളത്. 7 മണിക്കത്തെ ലൈവിൽ 2 എണ്ണം നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും കവർ ചെയ്യില്ല, കാരണം അത്ര സമയം നമുക്കില്ല, അത്ര സമയം നിങ്ങൾക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ലൈവിന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സും ഹിന്ദിയിലെ ചാപ്റ്റേഴ്സും ഒന്ന് പഠിച്ചിട്ട് വരിക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, അത് ചാപ്റ്റർ പഠിച്ചാലും ഡിസ്കോഴ്സ് പഠിച്ചാലും കുഴപ്പമില്ല. ചാപ്റ്റർ 3 തീരെ അറിയാത്തവർ ചാപ്റ്റർ തന്നെ പഠിക്കുക. ചാപ്റ്റർ കുറച്ച് അറിയുന്നവർ ഡിസ്കോഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾ പഠിക്കുക. ക്രിസ്മസ് എക്സാമിലൊക്കെ എക്സാമിൻ്റെ അടുത്തുന്ന നോട്ട്സ് എന്നൊക്കെ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. അത് പഠിച്ചിട്ട് ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ലൈവിൽ പറഞ്ഞുതരും. അടിപൊളി. ഓക്കെ, എല്ലാ ദിവസവും പരീക്ഷയുടെ രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവുന്നതായിരിക്കും 5 മണിക്ക്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ ഇംഗ്ലീഷിലേക്കാണ് ഗ്രാമർ ചെയ്യാം. ബാക്കിയുള്ള സബ്ജക്ട്സിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി. ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ ഒറ്റ ലൈവ് തീർക്കുന്നു. ഓക്കെ, ട്യൂസ്ഡേ അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി, വെനസ്ഡേ സോഷ്യൽ ബയോളജി, ലാസ്റ്റ് തേഴ്സ്ഡേ മാത്സ്. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ മക്കളെ? എല്ലാ വൈകുന്നേരം 7 മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക, രാവിലെ 5 മണിക്ക് മോർണിംഗ് ബൂസ്റ്ററും. റെഡി. ഈ രീതിയിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഈ ദിവസങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മോഡൽ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പബ്ലിക് എക്സാമാണ്. പബ്ലിക് എക്സാമിലേക്ക് ഈ എടുക്കുന്ന കഷ്ടപ്പാട് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു മെൻറ്റാലിറ്റിയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. പബ്ലിക് എക്സാമിന് നമ്മൾ A+ വാങ്ങിച്ചിരിക്കും. അത്രേ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് തോന്നുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാം ഷെയർ ചെയ്യുക. എല്ലാവരുടെയും എക്സാമിൻ്റെ ലൈവുകൾ കാണാൻ വരിക. കാരണം ഒരു സംശയമില്ല, ഈ ഓണൽ പരീക്ഷയിൽ വരുന്ന പല ചോദ്യങ്ങളും നമ്മുടെ ഈ ലൈവിൽ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും വരണം. പക്ഷേ ഉദ്ദേശം അത് മാത്രമല്ല, ഉദ്ദേശം ഈ പഠനമൊക്കെ നമുക്ക് പബ്ലിക് എക്സാമിനും കൂടെ യൂസ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവോടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൈവുകൾ നടത്തുന്നത്, മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. മാക്സിമം ലൈവുകൾ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്രേ പറയാനുള്ളൂ. സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.